ചില സൗഹൃദങ്ങൾ ജീവിതം തന്നെ മാറ്റിമറിക്കും. വായാട്ടുപറമ്പ് ഗ്രാമം. ഇവിടെയാണ് ഒരു ബാല്യകാല സൗഹൃദം പൗരോഹിത്യത്തിലേക്ക് വളർന്ന് അപൂർവ യാത്ര ആരംഭിച്ചത്. നഴ്സറി സ്കൂൾ മുതൽ ഒരേ ക്ലാസ് മുറിയിൽ ഒരേ ബെഞ്ചിൽ അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ച ചാക്കോയും മാത്യുവും അന്നവർക്കറിയില്ലായിരുന്നു ഈ കൈകൾ ഒരു നാൾ ബലിപീഠത്തിന് മുന്നിൽ സമർപ്പണത്തിന്റെ ചിഹ്നമാകുമെന്ന്. കളികളും ചിരികളും ചെറിയ തർക്കങ്ങളും കൂട്ടുകൂടലുകളും അങ്ങനെ വളർന്ന സൗഹൃദം കാലത്തിനൊപ്പം കൂടുതൽ ഉറപ്പ് നേടി. ചെറുപ്പം മുതൽ എനിക്ക് തോന്നുന്നു പുള്ളി എവിടെ പോയാലും ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ ഉണ്ടാകും. രാവിലെ പള്ളി വരുന്നു, ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ഇദ്ദേഹം ഭക്ഷണമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ വീട് ഇവിടെ അടുത്താണ്, പുള്ളിയുടെ കുറച്ച് നടന്ന് ഇവിടെ എത്തണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അൾത്താരപാലന്മാരാണ്. പള്ളി കുർബാനയെല്ലാം കഴിഞ്ഞ് ആഘോഷമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. വീട്ടിൽ ചെന്നിട്ട് ഒരുമിച്ച് പുള്ളിയുടെ ഭക്ഷണമൊക്കെ എടുക്കും. എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഞങ്ങൾ രണ്ടുപേരും ഷെയറൊക്കെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സ്കൂളിലേക്ക് പോവുകയാണ് മിക്ക ദിവസം തന്നെ പതിവുള്ളൊരു കാര്യം എന്ന് പറയുക. അപ്പോൾ ആ ഒരു ചെറുപ്പത്തിലുള്ള ആ ഒരു സൗഹൃദമൊക്കെയാണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇവരെൻ്റെ കൂടെ പോരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കിയതാണ്. പക്ഷേ എന്തോ ആളെൻ്റെ കൂട്ടത്തിലേക്ക് പോകുന്നു. നമ്മൾ പറഞ്ഞ പോലെ പല വഴിക്കും ഇതുപോലെ ഒന്നിച്ച് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പരിപാടിക്ക് ഇവൻ്റെ ഒരു സഹകരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം എല്ലാവർക്കും അങ്ങനെ താല്പര്യമുള്ള ഒരു കേസാകണമെന്നില്ല. സെമിനാരിയിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച കാര്യം ഞങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചപ്പോഴത്തേന് കാര്യമായിട്ട് എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർ അത് ഞങ്ങളുടെ തീരുമാനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. സഭയിൽ ചേർന്നാണെങ്കിൽ പോലും പലപ്പോഴും ഇവിടം വരെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ പോലും കൃത്യമായിട്ട് എനിക്കില്ലായിരുന്നു. കാരണം പലപ്പോഴും നിർത്താം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അന്നേരപ്പോൾ ഇവനോട് ചോദിക്കുമ്പോഴും ഇവൻ പറയും, നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ നിർത്തിക്കോ, എന്നെ നോക്കണ്ട എന്നുള്ളൊരു രീതിയിൽ. കാരണം ഞാൻ കാരണം ഇവൻ നിൽക്കരുത്, ഇവൻ കാരണം ഞാൻ നിൽക്കരുത് എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സെമിനാരിൽ പോയതിന് ശേഷവും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദം എന്താ പറയുക, അതുപോലെ തന്നെ നിലനിൽക്കുകയായിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സെമിനാരിയിലേക്ക് ഫസ്റ്റ് ഇയറിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേന് ആദ്യമേ തന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കുറച്ച് ദിവസമെങ്കിലും ചെറിയ വീട്ടുകാരെ വിട്ട് പിരിഞ്ഞതിൻ്റെയും അതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ഒന്ന് പങ്കിടാൻ വേണ്ടിയിട്ട് അറിയാവുന്ന ഒരാളുള്ളത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. തിരുപ്പട്ടം ഒന്നിച്ച് സ്വീകരിച്ച ആ ദിവസത്തെ ഒരു അനുഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ, അന്ന് രാവിലെ പിതാവുമൊത്ത് ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുകുത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കാരണം ഇതുവരെ ഞാൻ പള്ളിയിൽ കയറി പോലെ ഒരു കാര്യത്തിനല്ല അന്ന് ആ പള്ളിയിൽ കയറുന്നത്. എന്തോ വല്ലാണ്ട് എനിക്ക് കരച്ചിൽ വരികയൊക്കെ ആയിരുന്നു. അപ്പം പിതാവാണ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രതിഷ്ഠത്തിന് പോകാൻ വേണ്ടിയിട്ട് എന്നെ എഴുന്നേൽപ്പിച്ച് വിട്ടത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ആ ഒരു നോർമൽ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ സെറിമണിയുടെ ഒരു ഭാഗമായി നമ്മൾ മാറി കൃത്യമായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. അന്നേരം പോലും ഞങ്ങൾ തമ്മിലുള്ളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ ടൈമിങ് തെറ്റും എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തമ്മിലൊരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അത് ചില വാക്കുകളിൽ കൂടെ അല്ല, ചെറിയൊരു നോട്ടം മതി. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റി. അപ്പോൾ അതുപോലെ തന്നെ അന്ന് മുതൽ ഇന്ന് വരെ കൂടുതൽ ഇവനുണ്ടല്ലോ എന്നൊരു സന്തോഷം എൻ്റെ ഉള്ളിലൂടെ പോയത് അതേ ഒരു സന്തോഷം തന്നെയായിരുന്നു. ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ഒരു ചങ്ക് കൂട്ടുകാരൻ ഒരുമിച്ച് അച്ഛനായി പുരോഹിതനായിട്ട് കർത്താവിൻ്റെ ആൾത്താരുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേന് ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയായിരുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാം, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ, വാക്കുകൾ പോരാ. എനിക്കെന്ത് വിഷമവും അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ ഇവനെ അറിയിക്കും, എടാ ഇതാണ് എനിക്ക് ആവശ്യം, പ്രാർത്ഥിച്ചേക്കുക, എത്രയെന്ന് പറയുന്നുള്ളൂ. അല്ലാതെ പ്രാർത്ഥിക്കണമെന്നൊന്നും ഒരു ഇതല്ല, പ്രാർത്ഥിച്ചേക്കുക എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആളെ അത് അറിയിക്കുന്നു. ഇത് പറയുന്ന പോലെ തന്നെ അവനും
അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും എന്നെ അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രകാരം ആണ് ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രാർത്ഥനാ സപ്പോർട്ട്. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ബൽത്തങ്ങാടിയിലുള്ള ഞങ്ങളുടെ ഒരു ആശ്രമത്തിലാണ്. അപ്പം ചാർജ് എടുത്തിട്ടില്ല, ഈ ദിവസങ്ങളിൽ പോയി ചാർജ് എടുക്കും, അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് പത്തനംതിട്ടയിൽ റാന്നിയിലുള്ള ഞങ്ങളുടെ ഒരു ആശ്രമമുണ്ട്, അവിടെയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിരിഞ്ഞിരിക്കാൻ നേരം ഞങ്ങൾക്ക് ആ ഒരു വിഷമമൊന്നുമില്ല. കാരണം ഇവന് അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ആരാരും ഇവനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കും, ഇങ്ങനെ ഒരാൾ കൂടി ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കും. അവൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആ ഒരു സംഗതി നേരത്തെ പോലെ ഉള്ളൊരു കാര്യമാണ്. അപ്പം പിരിഞ്ഞാൽ പോലും ആ സൗഹൃദം നിലനിൽക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പുള്ള ഒരു സംഗതിയാണ്. ചാക്കോയും മാത്യുവും ഇന്ന് വൈദികർ മാത്രമല്ല, വിളിയെ ധൈര്യത്തോടെ സ്വീകരിച്ച ഒരു തലമുറയുടെ പ്രതീകങ്ങളാണ്. ഈ യാത്ര ഒരുപാട് യുവഹൃദയങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരേ ഒരു സന്ദേശം: വിളി കേൾക്കാൻ മനസ്സ് തുറന്നാൽ ദൈവം വഴി കാണിക്കും.